നമസ്കാരം, എല്ലാവർക്കും ജേർണലിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള സൈനിങ്ങുകളും ആരൊക്കെ ക്ലബ്ബ് വിട്ടു എന്നതുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ക്ലബ്ബ് വിട്ടത് നമ്മുടെ എല്ലാമായിരുന്ന ഡിമിട്രിയോസ് ഡയമണ്ടക്കോസ് ആയിരുന്നു. താരം ഈസ്റ്റ് ബംഗാളിലേക്കാണ് പോയത്. ഡിമിട്രിയോസ് ക്ലബ്ബ് വിട്ടതിലുപരി നമ്മുടെ ഒരു ബെസ്റ്റ് പ്ലെയർ നമ്മുടെ ഒരു ഒപ്പോണൻറ്റ് ടീമിൽ പോകുന്നത് വളരെ വലിയൊരു തിരിച്ചടിയായി മാറി. രണ്ടാമതായിട്ട് നമ്മുടെ രണ്ട് ഗോൾ കീപ്പർമാരായ ലാറ ശർമ്മയും കരൺജിത്ത് സിംഗുമാണ് ക്ലബ്ബ് വിട്ടത്. ഇതിൽ കരൺജിത്ത് ഏതാണ്ട് റിട്ടയർമെൻറ്റ് അടുത്തിരിക്കുകയാണ്. എന്നാൽ ലാറ FC ഗോവയിലേക്കാണ് സൈൻ ചെയ്തത്. പിന്നീട് ക്ലബ്ബ് വിട്ടത് ജപ്പാൻ ഇൻ്റർനാഷണലായ നമ്മുടെ ഡെയ്സുക്കി സക്കായി ആണ്. താരം ഒരു ഇന്തോനേഷ്യൻ ക്ലബിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ സ്വന്തം മാർക്കോ ലെസ്കോവിച്ച് ആണ് ക്ലബ്ബ് വിട്ടത്. താരം ഒരു കൊറേഷ്യൻ ക്ലബിലേക്കാണ് പോയിരിക്കുന്നത്. പരിക്കും മറ്റും കാരണങ്ങൾ കൊണ്ട് ആരാധകർ സ്വന്തം ലെസ്കോ ക്ലബ്ബ് വിട്ടത്. കഴിഞ്ഞ സീസണിൽ ലൂണയ്ക്ക് പകരക്കാരനായി വന്ന ലിതുവേനിയൻ ക്യാപ്റ്റൻ ഫെഡോർ സിർണിച്ചാണ് അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത്. താരം തൻ്റെ നാട്ടിലെ തന്നെ ഒരു ക്ലബിലേക്കാണ് സൈൻ ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് പുതിയ സൈനികങ്ങളാണ്. ആദ്യമായി നമ്മുടെ ലോണിൽ മുംബൈ സിറ്റിയിൽ നിന്നും വന്ന നവോച്ച സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് നവോച്ച ലെഫ്റ്റ് ബാക്കിൽ പുറത്തെടുത്തത്. രണ്ടാമതായി രണ്ട് ഗോൾ കീപ്പർമാരാണ് KBFC തട്ടകത്തിൽ എത്തിച്ചത്. സോംകുമാർ എന്ന ഇന്ത്യൻ അണ്ടർ-20 താരവും ഐസ്വാൾ FCയുടെ വലകാത്ത നോറ ഫെർണാണ്ടസും ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവന്നത്. മൂന്നാമതായി ലാൽതങ് മാവിയ എന്ന ഐസ്വാൾ FCയുടെ യുവ വിങ്ങറാണ് KBFC കൊണ്ടുവന്നത്. വളരെ ഒരു മികച്ചൊരു സൈനിങ് ആണെന്ന് പറയാൻ കാരണം ഈ ലീഗിൽ കഴിഞ്ഞ സീസണിൽ 20 മത്സരങ്ങളിൽ 2 ഗോളുകൾ അടക്കം നേടിയിരുന്നു താരം. ലിക്കാമ്പം രാകേഷ് ആയിരുന്നു KBFCയുടെ അടുത്ത സൈനിങ്. ഡിഫൻഡറായ താരം നെറോക്ക FCയിൽ നിന്നാണ് KBFCയിലേക്ക് വന്നത്. അവസാനമായി ക്ലബ്ബിൽ വന്നത് ആരാധകരുടെ പ്രിയങ്കരനായ നോവ സഡോയി ആയിരുന്നു. താരം FC ഗോവയിൽ നിന്നും ഒരു ഉജ്ജ്വല സീസൺ കഴിഞ്ഞാണ് KBFCയിലേക്ക് വന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്. കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.